എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് സബ്ജക്റ്റിൽ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഇങ്ങനെ നമ്മളൊരു 6 പാർട്ടായിട്ട് ഈ സബ്ജക്റ്റിലെ മുഴുവൻ ഏരിയാസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എക്സാമിന് മുമ്പേ. അപ്പോൾ ആദ്യത്തെ പാർട്ട്, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് പ്രകാരം സിലബസ് പ്രകാരം വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം 1ാമത്തെ മൊഡ്യൂൾ മുതൽ 5ാമത്തെ മൊഡ്യൂൾ വരെ ഓർഡറിൽ ഡിസ്കസ് ചെയ്യാണ്. ഇത് മാത്രം കണ്ടാൽ മതി നിങ്ങൾ. അല്ലാതെ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും, അതൊന്നും പഠിക്കേണ്ട. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പാർട്ട് 1 ആണ്. അങ്ങനെ 6ഓ 7ഓ പാർട്ടിലൂടെ നമ്മൾ ക്ലാസ് തരുന്നതായിരിക്കും. ആദ്യം ഓഡിറ്റിങ്ങിൻ്റെ ഒരു മീനിങ്. ഓഡിറ്റിംഗ് ഈസ് ദി detailed examination of books of accounts and financial records to ensure accuracy and completeness with laws and regulations. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒരുപാട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളുടെയും ഒരു വിശദമായ പരിശോധനയാണ്. അതുപോലെ തന്നെ ടു എൻഷുവർ ആക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻ. നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണോ ഒരു സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്തതെന്നും ആ മെയിൻറ്റെയിൻ ചെയ്ത ഫിനാൻഷ്യൽ റെക്കോർഡ്സിൻ്റെ കൃത്യത, ആക്യുറസി എത്രത്തോളം ഉണ്ട് എന്നും പരിശോധിക്കുന്നതാണ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് ഈസ് ദി ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒന്നും അറിയാത്ത കുട്ടിയാണെങ്കിൽ പോലും ഓഡിറ്റിംഗ് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളുടെ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആണ്. അത് എന്തിനും കൂടെ വേണ്ടിയിട്ടാണ്? ആക്യുറസിയും റിലയബിലിറ്റിയും, അങ്ങനെയെങ്കിലും ഓർത്താൽ മതി. ആക്യുറസിയും റിലയബിലിറ്റിയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആണ് എന്ന് ഓർത്തു വെക്കുക. അടുത്തതാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ഒരു 5 ഡിഫറൻസ് പഠിച്ചു വെച്ചോളൂ. എക്സാമിന് ഓഡിറ്റിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ എഴുതാൻ. ഓഡിറ്റിംഗ് ഡൺ ബൈ ഓഡിറ്റർ, എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. ഓഡിറ്റിംഗ് ഡൺ ചെയ്യുക, ഓഡിറ്റിംഗ് ചെയ്യുക ആരാണ്? ഓഡിറ്റേഴ്സ് ആണ്. ബുക്ക് കീപ്പിംഗ് ഡൺ ബൈ ബുക്ക് കീപ്പേഴ്സ്, ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് ബുക്ക് കീപ്പേഴ്സ് ആയിരിക്കും. എഴുതി വെച്ചോ. ഓഡിറ്റിംഗ് ഡൺ ബൈ ഓഡിറ്റേഴ്സ്, ബുക്ക് കീപ്പിംഗ് ഡൺ ബൈ ബുക്ക് കീപ്പേഴ്സ്. ഓഡിറ്റിംഗ് ഫോക്കസസ് ഓൺ വെരിഫിക്കേഷൻ. ഓഡിറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യാണല്ലേ ചെയ്യുന്നത്. എന്നാൽ ബുക്ക് കീപ്പിംഗ് ഫോക്കസസ് ഓൺ റെക്കോർഡിംഗ്. ബുക്ക് കീപ്പിങ്ങിൽ എന്താ ചെയ്യുന്നത്? ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ബുക്ക് കീപ്പിങ്ങിലൂടെ. അപ്പോൾ ഓഡിറ്റിംഗ് വെരിഫിക്കേഷനാണ് ഫോക്കസ് നൽകുന്നത്, ബുക്ക് കീപ്പിംഗ് ഫോക്കസ് നൽകുന്നത് റെക്കോർഡിങ്ങിനാണ്. ഓഡിറ്റിംഗ് വർക്ക് ഈസ് ടെക്നിക്കൽ ഇൻ നാച്ചർ. ഓഡിറ്റിംഗ് വർക്ക് കുറച്ചുകൂടെ സാങ്കേതികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ നാച്ചറിലുള്ള വർക്കാണ്. ബുക്ക് കീപ്പിംഗ് ഒരു മെക്കാനിക്കൽ വർക്കുകളാണ്, അതായത് ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കുകളാണ്. ഓഡിറ്റിംഗ് ഈസ് ക്രിട്ടിക്കൽ അപ്രോച്ച്. ഓഡിറ്റിംഗ് ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. ബുക്ക് കീപ്പിംഗ് ഒരു കൺസ്ട്രക്റ്റീവ് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. ഓഡിറ്റർ പ്രിപ്പയർ റിപ്പോർട്ട്. ഓഡിറ്റർ ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ബുക്ക് കീപ്പർ നോട്ട് പ്രിപ്പയർ റിപ്പോർട്ട്. ബുക്ക് കീപ്പർ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട. ഓഡിറ്റിംഗ് ഈസ് ഡൺ പീരിയോഡിക്കലി. ഓഡിറ്റിംഗ് എപ്പോഴാ? ഓരോ വർഷാന്ത്യത്തിലും പീരിയോഡിക്കലി ആണ് ചെയ്യുക. ബുക്ക് കീപ്പിംഗ് ഈസ് ഡൺ റെഗുലർലി. ബിസിനസ്സിൽ ട്രാൻസാക്ഷൻ ദിവസവും നടക്കുമല്ലേ, അപ്പോൾ റെഗുലർ ആയിട്ട് അവരെന്ത് ചെയ്യണം? ബുക്ക് കീപ്പിംഗ് നടത്തണം. ഇതാണ് ഓഡിറ്റിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചിലപ്പോൾ ചില സ്റ്റുഡൻസിന് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലും പറ്റുന്നവർ ചെയ്യേണ്ട കാര്യം എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ അറ്റ് എ ടൈം ഫുള്ള് കാണണമെന്നില്ല, വെറുതെ കണ്ടിട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. വീഡിയോ ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ പറയുന്ന പോയിന്റ്സ് ഷോർട്ടാക്കി കീവേഡ്സൊക്കെ എഴുതി വെച്ച് ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി അതൊന്നുകൂടെ പോയിന്റ് നോട്ടിലേക്ക് എഴുതി വെച്ച് കുറച്ച് പേപ്പർ കയ്യിൽ വെക്കുക. ഇനി എക്സാമിന് 2-3 ദിവസമല്ലേ ഉള്ളൂ. കുറച്ച് പേപ്പർ കയ്യിൽ വെച്ച് അതിലേക്ക് എഴുതി നോക്കുക. അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് ഓർമ്മ വരും. ആ ഒരു പോയിന്റ് വെച്ച് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓഡിറ്റിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള 5 ഡിഫറൻസ് എങ്കിലും പഠിച്ചു വെക്കുക. അപ്പോൾ ഒന്ന്, ഓഡിറ്റിംഗ് ഡൺ ബൈ ഓഡിറ്റർ. ഓഡിറ്റിംഗ് ചെയ്യുന്നത് ഓഡിറ്ററാണ്. ബുക്ക് കീപ്പിംഗ് ഡൺ ബൈ ബുക്ക് കീപ്പർ. ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് ബുക്ക് കീപ്പർ ആയിരിക്കും.
ഓഡിറ്റിംഗ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അത് ഓർമ്മ വേണം. വെരിഫിക്കേഷനെയാണ് ഓഡിറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ബുക്ക് കീപ്പിംഗ് ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? റെക്കോർഡിങ്ങിനെയാണ്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ വെരിഫിക്കേഷൻ എന്നും ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ റെക്കോർഡിംഗ് എന്നും ഓർമ്മിക്കുക. അടുത്തതാണ് ഓഡിറ്റിംഗ് ടെക്നിക്കൽ നാച്ചറാണ്, ബുക്ക് കീപ്പിംഗ് മെക്കാനിക്കൽ നാച്ചറാണ്. 3 പോയിന്റായ ഓഡിറ്റർ, ബുക്ക് കീപ്പർ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓഡിറ്റർ, ബുക്ക് കീപ്പർ. രണ്ടാമത്തത് വെരിഫിക്കേഷൻ, റെക്കോർഡിംഗ്. മൂന്നാമത്തത് ടെക്നിക്കൽ, മെക്കാനിക്കൽ. അടുത്തത് ക്രിട്ടിക്കൽ അപ്രോച്ചാണ്, കൺസ്ട്രക്റ്റീവ് അപ്രോച്ചാണ്. ഓഡിറ്റർ, ഓഡിറ്റ് റിപ്പോർട്ട്, അത്രയും ഓർത്താൽ മതി. ഓഡിറ്റ് റിപ്പോർട്ട്, നോ ഓഡിറ്റ് റിപ്പോർട്ട്. അതുപോലെ പീരിയോഡിക്കലി, റെഗുലർലി. ഈ 5-6 കീവേഡ് വെച്ച് ഓർത്ത് വെക്കാം. അപ്പോൾ ഓഡിറ്റർ, ബുക്ക് കീപ്പർ, വെരിഫിക്കേഷൻ, റെക്കോർഡിംഗ്, ടെക്നിക്കൽ, മാനുവൽ, ക്രിട്ടിക്കൽ, കൺസ്ട്രക്റ്റീവ്, ഓഡിറ്റ് റിപ്പോർട്ട്, നോ ഓഡിറ്റ് റിപ്പോർട്ട്, പീരിയോഡിക്കലി, റെഗുലർലി. ഇത് മാത്രം ഒന്ന് നോട്ടിൽ എഴുതി വെച്ച് ഒരു 2 പ്രാവശ്യം പറഞ്ഞു നോക്കൂ. നിങ്ങൾ ഈ സെറ്റായി. ഓഡിറ്റിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ. അപ്പം ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഡിഫറൻസസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അക്കൗണ്ടിങ്ങിൽ റെക്കോർഡിംഗ് ആണ്, ഓഡിറ്റിംഗ് വെരിഫിക്കേഷൻ ആണ്. അതങ്ങനെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ആണ്. ബുക്ക് കീപ്പിങ്ങിൻ്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ മറ്റൊരു രീതിയാണല്ലോ അക്കൗണ്ടിങ്. ഏകദേശം നിങ്ങൾ ഓഡിറ്റിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എഴുതിയാലും 5-ൽ 4 മാർക്കെങ്കിലും കിട്ടും, അല്ലെങ്കിൽ 5-ൽ 5 കിട്ടും. വലിയ കുഴപ്പമൊന്നുമില്ല, ഏകദേശം കറക്റ്റ് തന്നെയാണ്. സെപ്പറേറ്റ് പഠിക്കണം എന്നില്ല കേട്ടോ. അത് തീരെ പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ രണ്ടിനും കൂടി ഒരേ ഡിഫറൻസ് പഠിച്ചാൽ മതി, നോ പ്രോബ്ലം. ഇനി അത്യാവശ്യം ഒരു ആവറേജ് ഒക്കെ പോകുന്നവരാണെങ്കിൽ രണ്ടിനും പ്രത്യേകം പഠിച്ചു വെച്ചോ, ടെൻഷൻ ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞു തരാം ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അക്കൗണ്ടിങ്ങിൽ റെക്കോർഡിംഗ് ആണ്, ഓഡിറ്റിംഗിൽ വെരിഫിക്കേഷൻ ആണ്. അക്കൗണ്ടിംഗ് ഫോക്കസസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഓഡിറ്റിംഗ് ഫോക്കസസ് വെരിഫിക്കേഷൻ. അക്കൗണ്ടിംഗ് ചെയ്യുന്ന ആൾ അക്കൗണ്ടന്റ് ആണ്, ഓഡിറ്റിംഗ് ചെയ്യുന്ന ആൾ ഓഡിറ്റർ ആണ്. അക്കൗണ്ടിംഗ് റെഗുലർലി ചെയ്യും അല്ലേ? ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് എന്നും വേണ്ടേ? പക്ഷേ ഓഡിറ്റിംഗ് എന്നും ഉണ്ടാവും. എന്നും ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് ഉണ്ടാവും ഇല്ല, അത് പീരിയോഡിക്കലേ ഉണ്ടാവുള്ളൂ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. ഓഡിറ്ററോ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. അക്കൗണ്ടിംഗ് നെസസറി ആണ്. ഏതൊരു സ്ഥാപനത്തിലും നിർബന്ധമായിട്ട് അക്കൗണ്ടിംഗ് ഉണ്ടാവണം. എന്നാൽ ഓഡിറ്റിംഗ് ഒരു ലക്ഷറി ആണ്. അതായത് നമ്മൾ ഓൾറെഡി എഴുതി വെക്കുന്ന അക്കൗണ്ടിങ് വീണ്ടും പൈസ കൊടുത്ത ആളെ കൊണ്ടുവന്ന് അതൊന്നുകൂടെ പരിശോധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ലക്ഷറി ആയിട്ടുള്ള പൈസ ചെലവേറിയ ഒരു കാര്യമാണ്. ഇതാണ് അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം 2 ഡിഫറൻസും നമ്മൾ പഠിച്ചു, ഓഡിറ്റിങ്ങിൻ്റെ മീനിങ്ങും പഠിച്ചു. നമ്മൾ ഈ ഒരു വീഡിയോ മുതൽ 1ാമത്തെ ചാപ്റ്റർ മുതൽ 5ാമത്തെ ചാപ്റ്റർ വരെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് റിലവൻ്റ് ആൻഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് തരുന്നത്. ഇത്രയും വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നിങ്ങളുടെ കമൻസ് നല്ല ഈ നോട്ട്സും ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ കമൻസ് വേണം, നിങ്ങൾക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 5 മൊഡ്യൂളിൻ്റെ ക്ലാസ്സും കിട്ടിക്കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻസോടുകൂടി ഓഡിറ്റിങ്ങിൻ്റെ എക്സാമിന് പോകാം. നിങ്ങൾക്ക് O ഗ്രേഡ് വരെ വാങ്ങാൻ സാധിക്കും. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ച് വീഡിയോസ് കഴിഞ്ഞ വർഷത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഓഡിറ്റിങ്ങിനാണ്. ഓഡിറ്റിംഗ് കടൽ പോലെ ഒരുപാട് പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണെങ്കിലും മുഴുവനും ഒന്നും പഠിക്കേണ്ട. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ ഷുവർ ആയിട്ട് ഒരു O ഗ്രേഡ് അല്ലെങ്കിൽ ഒരു A+A ആ ഒരു റേഞ്ചിൽ മാർക്ക് കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. കഴിഞ്ഞ വർഷത്തെ ഒരുപാട് കുട്ടികൾക്ക് ആ റേഞ്ചിൽ മാർക്ക് കിട്ടിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ അതുപോലെ തന്നെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും ഫോളോ ചെയ്താൽ നിങ്ങൾക്കും കിട്ടും. ഇപ്പോൾ ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് സെറ്റായി. അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്ട്സ്. ഇതിൽ ഒരു പ്രത്യേകത, ഇതിലുള്ള പോയിന്റ്സ് ഒക്കെ 2 മാർക്കിന് ചോദിക്കും, ഒബ്ജക്ട്സ് 5 മാർക്കിന് ചോദിക്കും, essay ആയിട്ടും ചോദിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മലയാളത്തിലും എക്സ്പ്ലെയിൻ, ചിലർക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവും, അത് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും. അപ്പോൾ അതിനുള്ളവർക്ക് മലയാളത്തിൽ നല്ല രീതിക്ക് പറഞ്ഞു തരാം. അല്ലാത്തവർക്ക് ഞാൻ ഇതിലെ സിമ്പിൾ കീവേഡ് വെച്ചും പറഞ്ഞു തരാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് കേട്ടാൽ നിങ്ങൾ ആദ്യം ആലോചിക്കുക, ഒബ്ജക്റ്റീവ്സിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഒബ്ജക്റ്റീവും സെക്കൻഡറി ഒബ്ജക്റ്റീവ്സും. ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവും സെക്കൻഡറി അല്ലെങ്കിൽ സബ്സിഡറി ഒബ്ജക്റ്റീവ്സ്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഓർത്ത് വെക്കുക. ടു എൻഷുവർ ട്രൂ ആൻഡ് ഫെയർ വ്യൂസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ശരിയായതും ന്യായമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു വ്യൂ ഉറപ്പുവരുത്തുക. അതാണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ എല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്.
ടു എൻഷുവർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഞാൻ ഷോർട്ടാക്കി തന്നതാണ്. ഇപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് എന്താണ്? ടു എൻഷുവർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂസ് എൻഷുവർ ചെയ്യുക. ദെൻ സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, അതുപോലെ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. തെറ്റുകളുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുകയും പ്രിവെൻറ്റ് ചെയ്യുകയും, കണ്ടെത്തുക, അതുപോലെ തന്നെ അത് തടയുക. അതേപോലെ തന്നെ ഫ്രോഡ്, കള്ളത്തരങ്ങളുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുകയും പ്രിവെൻറ്റ് ചെയ്യുകയും. ഇതാണ് ഓഡിറ്റിങ്ങിൻ്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്. റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ചോദിച്ചാൽ ആദ്യം ഓഡിറ്റിംഗ് എന്താണെന്ന് എഴുതിയിട്ട് നമ്മൾ എന്തൊക്കെ കാണിക്കണം? ഒബ്ജക്റ്റീവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വീഡിയോ പോസ് ചെയ്തൊന്ന് പറഞ്ഞു നോക്കൂ. പ്രൈമറി ഒബ്ജക്റ്റീവും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഒബ്ജക്റ്റീവും ഉണ്ട്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എൻഷുവർ ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂസ് എൻഷുവർ ചെയ്യുക എന്നുള്ളതാണ് എന്ത്? പ്രൈമറി ഒബ്ജക്റ്റീവ്. ദെൻ ദർ ആർ ടു സെക്കൻഡറി ഒബ്ജക്റ്റീവ് വിച്ച് ഈസ് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അല്ലെ, ഒന്ന് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും തടയുകയും ചെയ്യുക. രണ്ടാമത്തത് എന്താണ്? ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ്. ഫ്രോഡുകൾ, കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അതുപോലെ തന്നെ അത് പ്രിവെന്റ് ചെയ്യുക, തടയുകയും ചെയ്യുക. അടുത്തത് എന്താണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്? അപ്പൊ നമ്മൾ എറർ എന്താണെന്ന് അറിയണം അല്ലേ? അപ്പൊ എറർ എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റ്, മിസ്റ്റേക്ക്, അതെങ്കിലും എഴുതിയാൽ മതി. എറർ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് കമ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ, പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിങ്. ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ബാലൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്കിനെയാണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എറർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. പ്രൈമറി ഒബ്ജക്റ്റീവും ഉണ്ട്, സെക്കൻഡറി ഒബ്ജക്റ്റീവും ഉണ്ട്. പ്രൈമറി എന്ന് പറയുന്നത് ട്രൂ ആൻഡ് ഫെയർ വ്യൂസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡറി ഒബ്ജക്റ്റീവ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? പറഞ്ഞോളൂ. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സും ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡും. എന്താണ് എറർ? മിസ്റ്റേക്ക്. എറർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് കമ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ഓർ ബാലൻസിംഗ് ഓർ പോസ്റ്റിംഗ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കിനെയാണ് എറർ എന്ന് പറയുന്നത്. ദർ ആർ 4 ടൈപ്സ് ഓഫ് എറേഴ്സ്. ഈ എറർ 4 ടൈപ്പ് എന്താണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഠിക്കണം. ചിലപ്പം പരീക്ഷയ്ക്ക് 2 മാർക്കിന് വാട്ട് ഈസ് ഒമിഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് കമ്മീഷൻ, വാട്ട് ഈസ് പ്രിൻസിപ്പൽ എറർ അല്ലെങ്കിൽ വാട്ട് ആർ പ്രീ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് ചോദിക്കാം. അപ്പോൾ ദർ ആർ 4 ടൈപ്സ് ഓഫ് എറർ. ഏതൊക്കെയാണ്? ഒമിഷൻ, കമ്മീഷൻ, പ്രിൻസിപ്പൽ എറർ, കോമ്പൻസേറ്റിംഗ് എറർ. ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഓഫ് ഒമിഷൻ മീൻസ് ഹോളി ഓർ പാർട്ട്ലി ഒമിറ്റഡ് ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ പൂർണ്ണമായോ ഭാഗികമായോ എഴുതാൻ വിട്ടുപോകുന്നതിനെയാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ഒമിറ്റ് ചെയ്തു പോവുക. ഒമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? OMMITTED. ഒമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എറേഴ്സ് ഓഫ് ഒമിഷൻ മീൻസ് ഹോളി ഓർ പാർട്ട്ലി ഒമിറ്റഡ് ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ പൂർണ്ണമായോ ഭാഗികമായോ, അതാണ് ഹോളി ഓർ പാർട്ട്ലി എന്ന് പറയുന്നത്. പാർട്ട്ലി എന്ന് പറഞ്ഞാൽ ഭാഗികമായി, ഹോളി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി. പൂർണ്ണമായോ ഭാഗികമായോ ബിസിനസ്സിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ എഴുതാൻ വിട്ടുപോകുന്നതിനെയാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹോളി ഓർ പാർട്ട് ഒമിറ്റഡ്. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറേഴ്സ് ഡ്യൂ ടു റോങ്ലി റെക്കോർഡിംഗ്, റോങ്ലി ബാലൻസിങ്, റോങ്ലി പോസ്റ്റിംഗ്. അതായത് റോങ് ആയിട്ട് എഴുതിപ്പോയി, റെക്കോർഡ് ചെയ്തു പോയി. ബാലൻസ് ചെയ്യുമ്പോൾ 1000 എന്നുള്ളത് 10000 എന്നായിപ്പോയി. അതുപോലെ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റത്തിനെ ക്രെഡിറ്റ് ചെയ്തു പോയി. അത്തരത്തിലുണ്ടാകുന്ന അക്കൗണ്ടിങ്ങിലെ എറേഴ്സിനെയാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് റെക്കോർഡ് ചെയ്യുമ്പോഴോ ബാലൻസ് ചെയ്യുമ്പോഴോ പോസ്റ്റ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന എറേഴ്സ് ആണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. ഇനി എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൾ. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൾ മീൻസ് എറേഴ്സ് ഡ്യൂ ടു വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിംഗ് തത്വങ്ങളെ വയലേറ്റ് ചെയ്തുകൊണ്ട്, ലംഘിച്ചുകൊണ്ട്, വയലേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, അത്രയും മതി. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ലംഘിക്കുക. ചില ആളുകൾ അക്കൗണ്ടിങ് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും, ലംഘിച്ചുകൊണ്ടായിരിക്കും. അതിനെയാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എറർ വിച്ച് ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ. ഒരു തെറ്റ് മറ്റൊരു തെറ്റുകൊണ്ട് ശരിയാകുന്നതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. ഒരു തെറ്റ് മറ്റൊരു തെറ്റുകൊണ്ട് ശരിയായിപ്പോയി അല്ലേ, അതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എററിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എറർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ കീവേഡ് എന്താ?
എത്ര പേർക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്? അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എററിൻ്റെ ആ ഒരു കീവേഡ് എന്തായിരുന്നു? മിസ്റ്റേക്ക്. യെസ്, മിസ്റ്റേക്ക് കമ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് അറ്റ് ദ ടൈം ഓഫ് recording, transaction, posting and balancing. There are 4 types of error. ഏതൊക്കെയാണ് 4 രീതിയിലുള്ള എറേഴ്സ്? ഒമിഷൻ, കമ്മീഷൻ, പ്രിൻസിപ്പൽ, കോമ്പൻസേറ്റിംഗ്. ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഹോളി ഓർ പാർട്ട്ലി ഒമിറ്റഡ് ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ റോങ്ലി റെക്കോർഡിംഗ്, റോങ്ലി ബാലൻസിംഗ്, റോങ്ലി പോസ്റ്റിംഗ്. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ വയലേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽ. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ കൗണ്ടർ ബാലൻസ്ഡ് എറേഴ്സ്. ഒരു എറർ മറ്റൊരു എറർ കൊണ്ട് ബാലൻസ് ചെയ്യപ്പെടും. അടുത്തതാണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബൈ മാനേജ്മെന്റ്, എംപ്ലോയീസ് ഓർ തേർഡ് പാർട്ടി. മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ എംപ്ലോയീസോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ മനഃപൂർവ്വം, അതാണ് ഇൻറ്റൻഷണൽ എന്ന് പറയുന്നത്, മനഃപൂർവ്വം മിസ്റെപ്രസെൻറ്റേഷൻ വരുത്തുക, മനഃപൂർവ്വം കള്ളത്തരങ്ങൾ കാണിക്കുന്നതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇൻറ്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷൻ, ആ ഒരു ടേമാണ് ഓർത്ത് വെക്കേണ്ടത്. ഫ്രോഡ് മീൻസ് ഇൻറ്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബൈ മാനേജ്മെൻറ്റ്, എംപ്ലോയീസ് ഓർ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടീസോ എംപ്ലോയീസോ മാനേജ്മെൻറ്റോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ മനഃപൂർവ്വം മിസ്റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ അതാണ് ഫ്രോഡ്. എംബാസിൽമെന്റ് ഓഫ് ക്യാഷ്, അതായത് ക്യാഷുകളിൽ കള്ളത്തരം കാണിക്കുന്നതുമുണ്ട്. കമ്പ്യൂട്ടർ ഫ്രോഡ്, എനിക്ക് തോന്നുന്നു എംബാസിൽമെന്റ് ഓഫ് ക്യാഷ് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. അത് ക്യാഷ് റെസീപ്റ്റിലൊക്കെ കള്ളത്തരം കാണിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഓഡിറ്റർ. ഓഡിറ്ററുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ടു അസർടെയിൻ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, അതായത് ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഓഡിറ്റർ എന്ത് നോക്കണം? ഏത് അക്കൗണ്ടിങ് സിസ്റ്റമാണ് സ്ഥാപനം ഫോളോ ചെയ്യുന്നത് എന്ന് നോക്കണം. ടു അസർടെയിൻ ഇന്റേണൽ കൺട്രോൾ, ആ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ നോക്കണം. മാനേജ്മെന്റ് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കണം. എക്സാമിൻ അരിത്മാറ്റിക്കൽ ആക്യുറസി ഓഫ് റെക്കോർഡ്സ്, റെക്കോർഡുകളുടെ അരിത്മാറ്റിക്കൽ ആക്യുറസി, കൃത്യത എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. അതുപോലെ തന്നെ വെരിഫൈ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്, അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് വെരിഫൈ ചെയ്യണം. വെരിഫൈ ഇൻവെന്ററീസ്, ഇൻവെന്ററീസ് വെരിഫൈ ചെയ്യണം. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ്, ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒബ്ജക്റ്റീവിൽ. അതുപോലെ തന്നെ പ്രിവെൻസ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, എറേഴ്സും ഫ്രോഡ്സും ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യണം. പിന്നെ എൻഷുവർ ആക്യുറസി, എൻഷുവർ റിലയബിലിറ്റി. ആക്യുറസിയും റിലയബിലിറ്റിയും ഇല്ലാത്ത ഓഡിറ്റിംഗ് ഇല്ല. ഓഡിറ്റിങ്ങിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റിയ 2 വേർഡാണ് ആക്യുറസിയും. ഇതൊരു ഒരു കോമൺ പോയിന്റ് ആണ് കേട്ടോ. ഈ ആക്യുറസിയും റിലയബിലിറ്റിയും എവിടെ വേണമെങ്കിലും കൊടുക്കുക. അതേപോലെ തന്നെ ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡും പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്, ഇതൊക്കെ തന്നെയാണ് ഓഡിറ്റിംഗ്. എല്ലാ സബ്ജക്റ്റിലും കീവേഡ്സും കീ പോയിന്റ്സും ഒക്കെ തന്നെ ഉണ്ട്. ബുദ്ധിപരമായിട്ട് ചിലപ്പോൾ ടീച്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടാവില്ല, കാരണം അവർ സിലബസ് എടുത്തു പോവാണ്. ഇപ്പം ഞാനും എൻ്റെ കോളേജിലെ കുട്ടികൾക്ക് സിലബസ് പ്രകാരമാണ് ക്ലാസ് പോയി. ഇതിപ്പോൾ ഒരു യൂട്യൂബ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും പാസ്സാവാനുള്ള എല്ലാ കാര്യങ്ങളും ആ സബ്ജക്റ്റിൽ തന്നെ കോമൺ പോയിന്റ് ഒക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടെത്തി പഠിച്ചാൽ എല്ലാവർക്കും ബികോമിന് നല്ല മാർക്കോടുകൂടി പാസ്സാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഡിറ്റക്ട്സ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, പ്രിവെൻസ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, എൻഷുവേഴ്സ് ആക്യുറസി ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ട്സുകളുടെ ആക്യുറസി ഉറപ്പുവരുത്തുക. എൻഷുവേഴ്സ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ട്സുകളുടെ റിലയബിലിറ്റി ഉറപ്പുവരുത്തുക. ഈ 4 പോയിന്റിനെ നിങ്ങൾ തൂക്കിക്കോ. അതെവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എഴുതാം. അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റിങ്ങിൻ്റെ മീനിങ് ചോദിച്ചാൽ എഴുതാം. ഇന്റേണൽ കൺട്രോളിൻ്റെ, ഇന്റേണൽ ചെക്കിൻ്റെ ഒക്കെ മീനിങ് ചോദിച്ചാലും അഡ്വാൻറ്റേജ് ചോദിച്ചാലും എല്ലാം എഴുതാൻ പറ്റുന്ന 4 പോയിന്റാണ്. ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, പ്രിവെൻസ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, എൻഷുവർ ആക്യുറസി, റിലയബിലിറ്റി. ഓക്കെ, അടുത്തത് എൻഷുവർ റെക്കോർഡ്സ് ആർ അപ് ടു ഡേറ്റ്. ഓഡിറ്റിങ് റെക്കോർഡ്സുകളെ അപ് ടു ഡേറ്റ് ആക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഓഡിറ്റ് ചെയ്യാൻ ആൾക്കാർ വരും, ഓഡിറ്റ് ചെയ്യാൻ പുറത്തുനിന്ന് ആൾ വരും എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ റെക്കോർഡ്സും നല്ല രീതിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. ഇറ്റ് ഇൻക്രീസസ് ഗുഡ് വിൽ ഓഫ് ദ കമ്പനി, അല്ലെ? കൃത്യമായിട്ട് ഓരോ വർഷവും ഓഡിറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിക്ക് ഒരു സൽപ്പേരുണ്ടായിരിക്കും. ഇറ്റ് ഇംപ്രൂവ്സ് ഇന്റേണൽ കൺട്രോൾ, അതുപോലെ തന്നെ ഇറ്റ് എൻഹാൻസസ് ട്രാൻസ്പെറൻസി. ഇപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ പഠിച്ചു. 4 പോയിന്റ്സ് എന്തായാലും നിങ്ങൾ എഴുതും അല്ലേ? ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡും, പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡും, ആക്യുറസി, റിലയബിലിറ്റി ഉണ്ട്, ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് ഓർമ്മ വരും. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻ ഒന്ന്, ഇറ്റ് മെ നോട്ട് ഡിറ്റക്ട് ഓൾ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. എല്ലാ എറേഴ്സും ഫ്രോഡ്സും ഓഡിറ്റിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് കോസ്റ്റ്ലി, ഞാൻ അവസാനത്തെ പോയിന്റാണ് പറയുന്നത്, കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ്, സ്മോൾ ബിസിനസ്സിന് ഇത് സ്യൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ ഇറ്റ് മെ നോട്ട് ഡിറ്റക്ട് ഹിഡൻ ഫ്രോഡ്സ്, ഒളിഞ്ഞിരിക്കുന്ന കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല.
ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സാമ്പിളിംഗ് നോട്ട് 100% വെരിഫിക്കേഷൻ. ഓഡിറ്റിംഗ് സാമ്പിളിംഗ് ആണ്, അത് 100% വെരിഫിക്കേഷൻ ഉണ്ടാവില്ല. ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ദെൻ അടുത്തതാണ് ഓഡിറ്റർ ആസ് എ വാച്ച് ഡോഗ് നോട്ട് ആസ് എ ബ്ലഡ് ഹണ്ട്. എക്സ്പ്ലെയിൻ. ചിലപ്പോൾ എസ്സേ വരെ ചോദിച്ചതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം ഓഡിറ്റിംഗ് എന്താണെന്നും ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സും എഴുതുക. അതിനുശേഷം ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓഡിറ്റർ ആസ് എ വാച്ച് ഡോഗ്, ഓഡിറ്റർ ഒരു കാവൽ നായയാണ്. നോട്ട് ആസ് ബ്ലഡ് ഹണ്ട്, ഒരു ചെന്നായയല്ല. ഓഡിറ്റർ ഒരു കാവൽ നായ മാത്രമാണ്, ഓഡിറ്റർ ഒരു ചെന്നായയല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഓഡിറ്റർക്ക് ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവിടുത്തെ റെക്കോർഡ്സുകളൊക്കെ പരിശോധിച്ച് തെറ്റ് കണ്ടുപിടിക്കാനേ പറ്റുകയുള്ളൂ. ചെന്നായ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെന്നായക്ക് കടിച്ച് കീറാൻ പറ്റൂലേ, അല്ലേ? ചെന്നായ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറാൻ പറ്റും. ഓഡിറ്റർക്ക് അങ്ങനെ കടിച്ചു കീറാൻ പറ്റില്ല. കടിച്ചു കീറാൻ പറ്റാത്തത് എന്താ? ഓഡിറ്റർക്ക് അവിടെ ഒരു കാവൽ നായയെ പോലെ എന്തൊക്കെയാണ് ആ സ്ഥാപനത്തിലെ തെറ്റുകൾ എന്ന് കണ്ടെത്താനേ പറ്റൂ. അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങൾ തെറ്റ് വരുത്തി, എന്തുകൊണ്ട് നിങ്ങൾ കള്ളത്തരം കാണിച്ചു എന്ന് ഓഡിറ്റർക്ക് ആരോട് ചോദിക്കാൻ പറ്റില്ല? ആ ക്ലയൻറ്റിനോട്, ആ കമ്പനിയോട് ചോദിക്കാൻ പറ്റില്ല. ഒരു ചെന്നായയെ പോലെ ചാടിക്കടിക്കാൻ ആർക്ക് പറ്റില്ല? ഓഡിറ്റർക്ക് പറ്റില്ല. ഓഡിറ്റർക്ക് ഒരു കാവൽ നായയെ പോലെ, ഒരു കാവൽ പട്ടിയെ പോലെ എന്ത് ചെയ്യാനേ പറ്റുകയുള്ളൂ? ഒരു വാച്ച് ഡോഗിനെ പോലെ അവിടുത്തെ എറേഴ്സും ഫ്രോഡ്സും കണ്ടുപിടിക്കാനേ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ഓഡിറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്താണ്? ഡിറ്റക്ഷൻ ആൻഡ് എറേഴ്സ് ഓഫ് ഫ്രോഡ്. അതൊന്ന് എഴുതി വെക്കുക. ഇൻവെസ്റ്റിഗേഷൻ ഈസ് നോട്ട് ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി. ഓഡിറ്റർക്ക് അന്വേഷണം നടത്താൻ പറ്റില്ല, തെറ്റ് കണ്ടുപിടിക്കാനേ പറ്റുകയുള്ളൂ. ഓഡിറ്റർ ഹാസ് ദ റൈറ്റ് ടു ഡിറ്റക്ട് ഫ്രോഡ്. ഓഡിറ്റർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ഫ്രോഡ് കണ്ടെത്താനുള്ള റൈറ്റ് ഉണ്ട്. ഓഡിറ്റർ ആക്ട് ആസ് എ വാച്ച് ഡോഗ്. ഓഡിറ്റർ ഒരു കാവൽ നായയായിരിക്കണം. എൻഷുവർ ആക്യുറസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു കാവൽ നായയെ പോലെ ഓഡിറ്റർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ആക്യുറസിയും റിലയബിലിറ്റിയും പരിശോധിക്കാനേ പറ്റൂ. ഓഡിറ്റർ റോൾ ഈസ് ഓൺലി പ്രൊവൈഡിംഗ് ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓഡിറ്റർക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒപ്പീനിയൻ, അഭിപ്രായം പറയാനേ പറ്റുകയുള്ളൂ. എന്തുകൊണ്ട് തെറ്റ് സംഭവിച്ചു, എന്തുകൊണ്ട് കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് ചാടിക്കടിക്കാനോ ആക്രോശിക്കാനോ ചോദ്യം ചെയ്യാനോ അന്വേഷണം നടത്താനോ ആർക്ക് സാധിക്കില്ല? ഓഡിറ്റർക്ക് സാധിക്കില്ല. അതാണ് പറയുന്നത്. ഓഡിറ്റർ എന്തായിരിക്കണം? ആസ് എ വാച്ച് ഡോഗ്, ഓഡിറ്റർ വിജിലന്റ് ആൻഡ് അലേർട്ട് ടു ദ പൊട്ടൻഷ്യൽ ഇഷ്യൂസ്. ഒരു സ്ഥാപനത്തിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതിനെതിരെ അലേർട്ടായിരിക്കണം, ജാഗരൂകനായിരിക്കണം, അതുപോലെ തന്നെ വിജിലൻ്റ് ആയിരിക്കണം, ശ്രദ്ധാലുവായിരിക്കണം. അല്ലാതെ ആ എറർ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചുകൊണ്ട് അന്വേഷണം നടത്താനോ ആക്രോശിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ ആർക്ക് റൈറ്റ് ഇല്ല? ഓഡിറ്റർക്ക് റൈറ്റ് ഇല്ല. അതാണ് ഓഡിറ്റർ വാച്ച് ഡോഗാണ്, ബ്ലഡ് ഹണ്ട് അല്ല എന്ന് പറയുന്നത്. ഈ പോയിന്റ്സ് ഇങ്ങനെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് എഴുതി വെച്ചാലും ഒരു 5 മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, താങ്ക് യു.